പാകിസ്ഥാൻ്റെ ചാരസംഘടനയിലെ ആളുകളും ബംഗ്ലാദേശിൻ്റെ സൈനിക നേതൃത്വവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവുമുണ്ട്. ഈ വഖർ-ഉസ്-ജമൻ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആ രാജ്യത്തിന് പുറത്തേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അതിനുവേണ്ടി ഇന്ത്യ ഒരുക്കിയ ഒരു മഹാപദ്ധതിയാണ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെയും അമേരിക്കയുടെ CIA-യുടെയും ഒക്കെ സമൃദ്ധമായ ഇടപെടലിലൂടെ ഉണ്ടാകാമായിരുന്ന ഒരു അട്ടിമറി അവിടെ ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭാരതത്തിന് ഫേവറബിൾ ആകുമോ? ഭരണകൂടം തീർച്ചയായിട്ടും ഇന്ത്യ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് അനുകൂലമായി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റായി ബംഗ്ലാദേശ് മാറുകയാണ്. അത് ജാതിക്കും മതത്തിനും അതീതമായ ഒരു ബംഗാളി ഐഡൻറ്റിറ്റി, അതിൽ ഈ വർഗീയതയ്ക്കൊന്നും വലിയ സ്ഥാനമില്ല. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ബലൂചിസ്ഥാൻ്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്ന ഇന്ത്യയാണ്. പുതിയ മദ്രസകളുടെ തുടക്കം, അതുപോലെ മതപാഠശാലകൾ വലിയ തോതിൽ കടന്നു വരുന്നു. വിഷലിപ്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ പാകിസ്ഥാൻ നടപ്പാക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം. വടക്കൻ പാകിസ്ഥാനും തെക്കൻ പാകിസ്ഥാൻ്റെയും പാർട്ടികൾ വ്യത്യസ്തമാണ്. ബലൂചിസ്ഥാന് വേണ്ട സുരക്ഷ നൽകാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. സംശയത്തിൻ്റെ പേരിൽ 10,000-കണക്കിന് ബലൂച്ചുകളാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയാണ്. പാകിസ്ഥാൻ്റെ വലിയ ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. ഈ ഗദ്ദാർ തുറമുഖത്തിന് വേണ്ടി ചൈന വലിയ തോതിലാണ് സഹായം ചെയ്തത്. $50 ബില്യൺ സഹായമാണ്. ബലൂചിസ്ഥാൻ ഭാവിയിൽ പാകിസ്ഥാൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ വലിയ ഒരു ഘടകമായി മാറുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് മാറി വരും. ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തെ തന്നെ, സൈനിക സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ISIയുടെ കരങ്ങൾ നീളുകയാണ്. ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും സംഘർഷം പുകയുകയാണ്. ചിലയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭാരതം ശാന്തമായി പോകുമ്പോൾ അയൽ രാജ്യങ്ങളിൽ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ് അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം? എന്താണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം? ഇതിനെല്ലാം മറുപടികളുമായി ഇന്ന് നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട്. അദ്ദേഹത്തോട് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും വിഷയങ്ങളും നേപ്പാളിലെ വിഷയങ്ങളുമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം സാർ. നേരത്തെ നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. ബംഗ്ലാദേശ് വിഷയങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ വിഷയങ്ങളൊക്കെ ചർച്ചകളിലൊക്കെ ധാരാളമായി പങ്കെടുത്തിട്ടുള്ളതുമാണ്. ഈ ബംഗ്ലാദേശിലെ ഈ സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. തസ്ലിമ നസ്രീൻ്റെ കാലം തൊട്ട് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പീഡനങ്ങളുടെ വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. ഈ ന്യൂനപക്ഷ പീഡനങ്ങളുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എങ്ങനെയാണ് ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വന്നത്? സാമൂഹ്യ പശ്ചാത്തലം തന്നെയാണ് ലജ്ജ എന്ന നോവലിലൂടെ തസ്ലിമ നസ്രീൻ ലോകവുമായി പങ്കുവെക്കാൻ ശ്രമിച്ചതും അവസാനം തസ്ലിമ നസ്രീനെതിരെ ബംഗ്ലാദേശിലെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വിലക്ക് പ്രഖ്യാപിച്ചതും ആ രാജ്യം വിട്ടു പോകേണ്ടി വന്നതും എല്ലാം തന്നെ നമ്മുടെ മെമ്മറിയിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് മാറി വരുന്നു. ബംഗ്ലാദേശിൽ ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഫീലിംഗ് കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അത്ര പ്രോബ്ലമൊന്നും ആയിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശ് ഘടകം. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ് ദീർഘകാലമായി ബംഗ്ലാദേശിൽ തുടർന്നപ്പോൾ പാകിസ്ഥാൻ്റെ വലിയ പിന്തുണയോടുകൂടി ISIയുടെ പിന്തുണയോടുകൂടി ജമാഅത്തെ ഇസ്ലാമി എലമെൻറ്റുകൾ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറുകയും അങ്ങനെ പതിയെ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമാക്കി ബംഗ്ലാദേശിനെ മാറ്റിയെടുക്കുന്ന തിരക്കിലായിരുന്നു വർഷങ്ങളായി. ഇതൊരു നിമിഷം സംഭവിച്ചതല്ല, ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല, ദീർഘകാല പ്രക്രിയയുടെ പരിണിത ഫലമാണ്. പക്ഷേ സംഭവിച്ചത് ബംഗ്ലാദേശിൻ്റെ ഒരു ഒരു കമ്മ്യൂണൽ അമിറ്റി അവിടെ നഷ്ടപ്പെടുന്നു. അവിടെ ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രക്രിയ ബംഗ്ലാദേശിൽ പുതിയതായി തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ബംഗബന്ധു മുജിബുർ റഹ്മാൻ്റെ പ്രിയപ്പെട്ട പുത്രി ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയെ പുറന്തള്ളിക്കൊണ്ട് മറ്റൊരു ഭരണകൂടം, അത് അമേരിക്കയുടെ കൂടി ഒത്താശയോടുകൂടി ഒരു ഭരണകൂടം വന്നു എന്നതാണ്. അതുമുതൽ തന്നെ ബംഗ്ലാദേശിൻ്റെ കണ്ടകശനി തുടങ്ങുകയായി. കാരണം ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ട് വരികയായിരുന്നു. കയറ്റുമതി കൂടിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ അടവശിഷ്ട നിലയിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായത്. ബംഗ്ലാദേശ് ഒരു നല്ല ഹോട്ട് ഡെസ്റ്റിനേഷൻ ഫോർ ഫോറിൻ ക്യാപിറ്റൽ എന്ന നിലയിൽ വരികയും വലിയ തോതിലുള്ള വ്യവസായ ഉൽപ്പാദനം, പ്രത്യേകിച്ച് ബംഗ്ലാദേശിന് മാത്രമുള്ള ചണം, അതുപോലെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ ബംഗ്ലാദേശ് നെറ്റ് എക്സ്പോർട്ടറായി വരികയാണ്. ആ ഒരു അന്തരീക്ഷമാണ്
ആഭ്യന്തര സംഘർഷം കൊണ്ട് മാറിയത്. അപ്പോൾ ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം അടങ്ങുന്ന ഒരു നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമോ ഒരു ചിന്താധാരയോ കൊണ്ട് സംഭവിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ലെവൽ കുറയുകയാണ്. അപ്പോഴാണ് പാകിസ്ഥാൻ്റെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരികയും ബംഗ്ലാദേശിൻ്റെ ഭരണകൂടത്തെ തന്നെ സൈനിക സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് ISIയുടെ കരങ്ങൾ നീളുകയാണ്. ഈ വിഷയമാണ് ഞാൻ ചോദിക്കാനിരുന്നത്, അടുത്ത ചോദ്യമായി ചോദിക്കാനിരുന്ന വിഷയവും. അതായത് ഈ ബംഗ്ലാദേശിൻ്റെ സൈനിക ജനറൽ വഖർ ഉസ് സമൻ, അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ ഔസ്റ്റഡ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ വഖർ ഉസ് സമൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ, അതായത് മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിൻ്റെ കണ്ണിലെ ഒരു നോട്ടപ്പുള്ളിയായി മാറിയിട്ട് ഏറെക്കാലമായി. കാരണം കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റിൽ നടന്ന അട്ടിമറിയെ തുടർന്നുകൊണ്ട് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ടു പോകാൻ സുരക്ഷിതമായി ഇന്ത്യയിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് സൈനിക ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്ത് കൊടുത്ത, അല്ലെങ്കിൽ ആ ആശയം പങ്കുവെച്ച വഖർ ഉസ് സമനാണ്. അപ്പം അദ്ദേഹം ഒരു മതനിരപേക്ഷവാദിയാണ്, പുരോഗമനവാദിയാണ്, എല്ലാവരും ഉൾക്കൊള്ളണമെന്ന ചിന്താഗതിയുള്ള ആളാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ബംഗ്ലാദേശ് സൈന്യത്തിൻ്റെ തലപ്പത്ത്. പക്ഷേ പോലീസ് സേനയിലും മറ്റിടങ്ങളിലുമെല്ലാം വ്യാപകമായ അഴിച്ചുപണികൾ നടന്നു. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് ഭരണകൂടവും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും എല്ലാം ചേർന്ന് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ആർമിയുടെ മറ്റ് 5 ജനറൽമാരുണ്ട്, ലെഫ്റ്റനൻറ്റ് ജനറൽമാരുണ്ട്. അതിൽ 2-3 പേരെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടാണ് ഈ നീക്കം. ആ നീക്കത്തിൻ്റെ പുറത്ത് പ്രധാനമായി വന്ന ഒരാളെന്ന് പറയുന്നത് ഫൈസുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റനൻറ്റ് ജനറലാണ് അതിനെ മുന്നിൽ നിന്ന് ഇദ്ദേഹത്തെ അട്ടിമറിക്കാനായി, വഖർ ഉസ് സമനെ അട്ടിമറിക്കാനായി ശ്രമിച്ചത്. അദ്ദേഹം നിരന്തരം പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുമായി ബന്ധപ്പെടുകയും ISIയുടെ തലവൻ അസിം മാലിക് ബംഗ്ലാദേശിൽ വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യം. അപ്പോൾ അസിം മാലിക് വന്നത് എന്തിന് എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. പക്ഷേ നിരന്തരമായി പാകിസ്ഥാൻ്റെ ചാരസംഘടനയിലെ ആളുകളും ബംഗ്ലാദേശിൻ്റെ സൈനിക നേതൃത്വവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോക്കും വരവുമുണ്ട്. ഇത് ഒരു പരിധിവരെ ഈ വഖർ ഉസ് സമനെ അലേർട്ട് ചെയ്തു. അപ്പം ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഇതെല്ലാം തന്നെ സാകൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. റോയുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ടെന്നാണ് തോന്നുന്നത് സാറിന്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ അറിവുണ്ട്. ആ അറിവ് വഖർ ഉസ് സമൻ പുറത്തേക്കുള്ള വഴിയിലാണെന്നും ഒന്നുകിൽ അദ്ദേഹം വധിക്കപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടും, എന്തെങ്കിലും സംഭവിക്കും എന്നത് ഉറപ്പായപ്പോഴാണ് ഇന്ത്യ അമേരിക്കയിലെ പുതിയ ഭരണകൂടവുമായി, ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായി കൺസൾട്ടേഷനിലെത്തിയത്. അപ്പോൾ ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടം അത്ര അഭിമതമായ രീതിയിലല്ല പോകുന്നത്. കാരണം മുൻ അമേരിക്കൻ ഗവൺമെൻറ്റാണ്, ഡൊണാൾഡ് ട്രംപിന് മുൻപുള്ള ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ് ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിനുള്ള ഒരു പച്ചക്കൊടി കാട്ടിയത്. അപ്പോൾ അതിനോട് അത്ര അനുരൂപമായിട്ടല്ല ട്രംപ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വിവരം അറിയിക്കുകയും ട്രംപ് തൻ്റെ നേറ്റോ പങ്കാളി, യൂറോപ്യൻ പങ്കാളികളുമായൊക്കെ ഒരു അനൗപചാരിക ലെവലിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവണം. അതിനൊക്കെ ഫലമായിട്ടാണ് ഒരു വലിയ പദ്ധതി തയ്യാറാവുകയാണ്. വഖർ ഉസ് സമനുമായി നേരിട്ട് ഇടപെടാൻ ഇന്ത്യക്കാവില്ല. കാരണം അവിടുത്തെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്നത് സൈന്യത്തിൻ്റെ മറ്റ് യൂണിറ്റുകളാണ്. അതുകൊണ്ട് ഈ വഖർ ഉസ് സമൻ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആ രാജ്യത്തിന് പുറത്തേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. അതിനുവേണ്ടി ഇന്ത്യ ഒരുക്കിയ ഒരു മഹാപദ്ധതിയാണ് അമേരിക്കയുടെ സഹായത്തോടു കൂടി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ സൈനികരോട് ഉൾപ്പെടുന്ന ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ. അപ്പം UN പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായി സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലുള്ള ബംഗ്ലാദേശി സൈനികരെ കാണാനായി ബംഗ്ലാദേശിൻ്റെ ജനറൽ വഖർ ഉസ് സമൻ അവിടെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ എത്തുകയാണ്. ആരും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അത് നിർദോഷമെന്ന് തോന്നാവുന്ന ആ വിസിറ്റിൻ്റെ സൈഡ് ലൈനിൽ നിന്നുകൊണ്ട് അമേരിക്കയുടെ ഉദ്യോഗസ്ഥന്മാരും മറ്റ് ഇൻ്റർലോക്യൂട്ടേഴ്സും ഇദ്ദേഹത്തോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ അലേർട്ട് ചെയ്യുന്നു. അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ ഈ വിവരം ബംഗ്ലാദേശിലും അറിയുന്നു. അത് തിരിച്ചിറങ്ങുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കമാണ്. ആ നീക്കം സമൃദ്ധമായി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ധാക്കയിൽ ചെന്ന് ഇറങ്ങാൻ തീരുമാനിച്ച എയർപോർട്ട് മാറ്റി അവസാന നിമിഷം അദ്ദേഹത്തോട് വഖർ ഉസ് സമനോട് കൂറ് പുലർത്തുന്ന സൈനിക വിഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന സമീപത്തുള്ള മറ്റൊരു എയർപോർട്ടിൽ ചെന്നിറങ്ങുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വരുതിയിലാക്കുകയാണ്.
മറ്റ് സൈനിക ഉദ്യോഗസ്ഥന്മാരെ, ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, ലെഫ്റ്റനൻറ്റ് ജനറൽമാരെ വിളിച്ചു കൂട്ടുകയും തന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എങ്കിൽ അത് മാത്രമല്ല, ഇതിനെതിരെ പ്ലോട്ട് ചെയ്ത അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ ഈ വിമത നീക്കത്തിന് ചുക്കാൻ പിടിച്ച ആളിപ്പോൾ വീട്ട് തടങ്കലിലാണ്. ഫൈസൂർ റഹ്മാൻ വീട്ട് തടങ്കലിലായി മാറി. അപ്പോൾ അങ്ങനെ ഇരുചെവി അറിയാതെ ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെയും അമേരിക്കയുടെ CIA-യുടെയും ഒക്കെ സമൃദ്ധമായ ഇടപെടലിലൂടെ ഉണ്ടാകാമായിരുന്ന ഒരു അട്ടിമറി അവിടെ ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ അട്ടിമറി ഉണ്ടായില്ല, അട്ടിമറിയെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉൾപ്പെടെ, അതായത് റോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു. പക്ഷേ ഈ അട്ടിമറി ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ അട്ടിമറി ഇല്ലാതാക്കുന്നതിന് നീക്കം നടത്തിയാൽ എന്ത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റാണ് മുഹമ്മദ് യൂനുസിൻ്റെ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമല്ല ഒരിക്കലും. തീർച്ചയായും അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭാരതത്തിന് ഫേവറബിൾ ആകുമോ? സൈന്യവും രാഷ്ട്രീയ നേതൃത്വവും ബംഗ്ലാദേശിൻ്റെ മറ്റ് സംവിധാനങ്ങളും ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഏത് ചെറിയ രാജ്യത്തിനും ഉണ്ടാകും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയെ അസ്ഥിരപ്പെടുത്താനാവും. വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രക്ഷോഭകാരികൾക്ക് സഹായം എത്തിക്കാനും അങ്ങനെ വടക്ക് കിഴക്കൻ ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യുക വഴി ഇന്ത്യയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ കഴിയുകയും ചെയ്യുമെന്ന പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു ചിന്തയാണ് സ്ഥിതിഗതികൾ ഇതുവരെ എത്തിച്ചത്. അതുകൊണ്ട് സൈന്യത്തെ, പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെ ജനറലിനെ എന്തു വിധേനയും ന്യൂട്രലൈസ് ചെയ്ത് നിർത്തുക എന്നത് ഇന്ത്യയുടെ ആവശ്യമാണ്. അമേരിക്കയ്ക്ക് ഇതിൽ താല്പര്യമുണ്ട്. കാരണം ആ പ്രദേശം ഡിസ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും അത്ര നല്ലതല്ല. അപ്പം അതുകൊണ്ട് സെയിൻറ്റ് മാർട്ടിൻ ഐലൻഡ് പോലെയുള്ള ഐലൻഡ്സിനെ ചുറ്റിപ്പറ്റിയായിരുന്നല്ലോ അമേരിക്കയുടെ താല്പര്യങ്ങൾ. അത് ഷെയ്ഖ് ഹസീന ഭരണകൂടം അംഗീകരിച്ചില്ല. ഇനിയൊരു പുതിയ ഭരണകൂടം ഇപ്പോൾ അമേരിക്കയുടെ യാതൊരു താല്പര്യവും ബംഗ്ലാദേശിൽ പൂർണ്ണമായി അനുവദിക്കപ്പെടുന്നില്ല മുഹമ്മദ് യൂനുസിൻ്റെ ഭരണകാലത്ത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് അനുകൂലമായി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റായി ബംഗ്ലാദേശ് മാറുകയാണ്. അവിടെ മാത്രമല്ല, അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ, 8% വരുന്ന ഹൈന്ദവ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ മാത്രമല്ല, ബംഗ്ലാദേശിൻ്റെ പ്രൊഡക്ടിവിറ്റി ലെവൽ പൂർണ്ണമായും നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ മതതീവ്രവാദം ഒന്നും ഒരിക്കലും ഒരു വിഷയത്തിനും പരിഹാരമല്ല എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു സംവിധാനം ഈ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാൻ മുഹമ്മദ് യൂനുസിന് ഇപ്പോഴും പൂർണ്ണമായി സ്ഥിതിഗതികൾ നിയന്ത്രിച്ച് കൊണ്ടുപോകാനാവാത്തതിൻ്റെ കാരണം സൈന്യം പൂർണ്ണമായി തൻ്റെ കൂടെ ഇല്ല എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലായെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു അറ്റാക്കിന് ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്, അത് വിജയിക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പോറസ് ബോർഡേഴ്സാണ് ഈ സുഷിരങ്ങളുള്ള. അത്ര 4200 കിലോമീറ്ററാണ് ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിലുള്ള ദീർഘമായ ചുറ്റുപാടും ഇന്ത്യയാണ്. ഈ ബോർഡറിൽ പലയിടത്തും വലിയ തോതിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ ശ്രദ്ധ പരമാവധി കിഴക്കൻ മേഖലയിലേക്ക് തിരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ ഒഴിവാക്കുക എന്നത് തൽക്കാലത്തേക്കെങ്കിലും ബംഗ്ലാദേശിൽ സമാധാനം ഉണ്ടാക്കുക കഴിയുമെങ്കിൽ യൂനിസ് ഭരണകൂടത്തെ എക്സ്പോസ് ചെയ്യുക, അങ്ങനെ ജനങ്ങൾ തന്നെ യൂനിസ് ഭരണകൂടത്തെ പുറത്താക്കാൻ സഹായിക്കുക. അതുമല്ല എങ്കിൽ വേണ്ടി വന്നാൽ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ബംഗ്ലാദേശിൻ്റെ അധികാരഘടനകളെ മാറ്റിമറിക്കാൻ സാധിക്കുമെങ്കിൽ ആത്യന്തികമായി ബംഗ്ലാദേശ് ജനതയ്ക്ക് തന്നെ നന്നാവും എന്നൊരു ചിന്തയും സജീവമാണ്. അങ്ങനെയെങ്കിൽ പട്ടാള ഭരണകൂടം തീർച്ചയായിട്ടും ഇന്ത്യ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഈ പട്ടാള ഭരണകൂടത്തിൻ്റെ സാധ്യതകളെല്ലാം തന്നെ ഉരുത്തിരിയാനുള്ളൊരു സാധ്യത നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് തസ്ലിമ നസ്രിൻ ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ വന്നതുമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം, അങ്ങനെ ഒരു സംഘടനയാണ് ആ രാഷ്ട്രത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന സംഘടന എന്ന് പറയുന്നു. ഇത്തരത്തിലൊരു ഭാരത അനുകൂല നിലപാട് സ്വീകരിക്കുന്ന നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന 1971 കാലഘട്ടം പറ്റി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഭാരതവുമായി മികച്ച സൗഹൃദമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് ആയിരുന്നത്. ആ രീതിയിലേക്ക് വരുന്ന ഒരു ബന്ധം ശക്തമായി വരികയാണെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ അവസ്ഥ അത് എങ്ങനെയായിരിക്കും? അത് ജനസ്വാധീനമുള്ളൊരു സംഘടനയായി തുടരുമോ? നിരോധനമൊക്കെ പ്രായോഗികമാകുമോ എന്നുള്ളത് വേറെ കാര്യം. എങ്കിലും ജനസ്വാധീനം എങ്ങനെയിരിക്കും അവരുടെ? പരമ്പരാഗതമായി പാകിസ്ഥാൻ്റെ, അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, അതിൻ്റെ ഒരു ഫോർമേഷനെ പോലെ അല്ല ബംഗ്ലാദേശിൻ്റെ സോഷ്യൽ ഫോർമേഷൻ. ബംഗാൾ എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണ്. ബംഗാളി ഭാഷ ഒരു വികാരമാണ്. അതിർത്തിക്ക് അപ്പുറവും ഇപ്പുറവും നമ്മുടെ പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലും സംസാരിക്കുന്ന ഭാഷ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അപ്പം ആ ഒരു സാഹിത്യം, ചില കലാവാസനകൾ, വലിയ തോതിലുള്ള ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് ഉള്ള ഒരു റോൾ, ഇതെല്ലാം തന്നെ ബംഗാളികളുടെ ഒരു സ്വത്വം എന്ന് പറയുന്നത് വളരെ, അത് ജാതിക്കും മതത്തിനും അതീതമായ ഒരു ബംഗാളി ഐഡൻറ്റിറ്റി. അതിൽ ഈ വർഗീയതയ്ക്കൊന്നും വലിയ സ്ഥാനമില്ല. പാകിസ്ഥാൻ്റെ ഒരു മനസ്സല്ല ബംഗ്ലാദേശിന്.
പക്ഷേ ആ മനസ്സിൽ വിഷലിപ്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ പാകിസ്ഥാൻ നടപ്പാക്കുന്നത്. കാരണം ഇന്ത്യയോട് കണക്ക് തീർക്കാനുള്ള ഒരു അവസരമാണ്. പാകിസ്ഥാനെ ശിഥിലീകരിക്കാൻ ഭാരതം ശ്രമിക്കുന്നു, അല്ല എങ്കിൽ ഇന്ത്യയെ ശിഥിലീകരിക്കാൻ കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയെ ശിഥിലീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിന് ബദലായി പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് ബലൂച്ച് മേഖലയിൽ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാനെയും ഒക്കെ കരങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതൊക്കെ ബദലായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ ഒരുക്കുന്ന ഒരു വിശാല പദ്ധതിയാണ്. ഇതൊരു ലോങ് ടേം പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഭരണമാറ്റത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ വിലയിരുത്തേണ്ട ഒന്നല്ല. പുതിയ മദ്രസകളുടെ തുടക്കം, അതുപോലെ മതപാഠശാലകൾ വലിയ തോതിൽ കടന്നു വരുന്നു, അങ്ങനെയുള്ള ട്രെയിനിങ്, അങ്ങനെ ചെറിയ യുവ മനസ്സുകളെ അതിനുവേണ്ടി ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് യുവജന വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ ഇടയിലേക്കാണ് അവരുടെ അസംതൃപ്തി മുതലെടുക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക അവസരത്തിലാണല്ലോ ഈ ജോബ് റിസർവേഷൻ എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൻ്റെ ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വലിയ തോതിലുള്ള സംവരണം അനുവദിക്കുന്നതാണ് വൈകാരിക വിഷയമായിട്ട് വന്നത്. അതിൻ്റെ മറവിലാണ് ഇസ്ലാമിസ്റ്റുകൾ ആ പ്രക്ഷോഭങ്ങളുടെ തലപ്പത്ത് വരികയും അതിൻ്റെ നേതാക്കൾ തന്നെ ഇൻ ഡിസ്ഗൈസ് ഇസ്ലാമിക പ്രക്ഷോഭകാരികളായി മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു എലമെൻറ്റ്സ് സമസ്ത വിഭാഗങ്ങളെയും കലാ സാഹിത്യ സാമൂഹ്യ രംഗത്ത് മുഴുവൻ തന്നെ ആഴത്തിൽ വേര് പടർത്താൻ വേണ്ടി ഉള്ള അവസരവും അന്തരീക്ഷവുമാണ് പൊതുവെ സമാധാനപ്രേമി എന്ന മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് യൂനസ് ഭരിക്കുന്ന ബംഗ്ലാദേശിൽ നടക്കുന്നത്. അദ്ദേഹം പൂർണ്ണമായും മാപ്പ് സാക്ഷിയാണ്. ഒരു പപ്പറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയാം. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്, തൽക്കാലത്തെ ഒരു രക്ഷാധികാരി മാത്രമാണ്. അദ്ദേഹം പ്രസിഡൻ്റ് അല്ല, പ്രധാനമന്ത്രിയല്ല, രാഷ്ട്രത്തലവനല്ല, ഒന്നുമല്ല. അദ്ദേഹം ഒരു അഡ്വൈസറാണ്. എന്ത് അഡ്വൈസ്, ആരെയാണ് അഡ്വൈസ് ചെയ്യുന്നത് എന്നത് മറ്റൊരു ചോദ്യം തന്നെയാണ്. ഇനി പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ് പലതവണ നമ്മൾ ഈ ബംഗ്ലാദേശിൻ്റെ വിഷയത്തിൽ സംസാരിക്കുകയുണ്ടായി. സ്വാഭാവികമായും നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ ഈ വിദേശകാര്യ വിദഗ്ധരൊക്കെ സൂചിപ്പിക്കുമ്പോൾ അവർ പാകിസ്ഥാനെക്കുറിച്ച് പറയുമ്പോൾ പലരും, ഞാൻ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമല്ല 6 രാജ്യമാണ്. അതിൽപോലെ ഒന്നാണ് ഈ ബലൂചിസ്ഥാനൊക്കെയുള്ള വിഷയങ്ങളൊക്കെ. ഈ പാകിസ്ഥാനും ഈ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പാകിസ്ഥാൻ്റെ ആ ഒരു ആഭ്യന്തര കെട്ടുറപ്പിനെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുക? പ്രത്യേകിച്ചൊരു മത അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രമെന്ന് അവർ അവകാശപ്പെടുന്നു എങ്കിൽ അത് നിലനിർത്താൻ ഈ കെട്ടുറപ്പില്ലാത്തൊരവസ്ഥ പ്രതികൂലമായി ഭവിക്കുമോ? ഇന്ത്യയുടെ ദേശീയ ഉദ്ഗ്രഥനം, നാഷണൽ ഇൻറ്റിഗ്രേഷൻ നടന്നതൊരു കൺസെൻഷ്വൽ മാതൃകയിലാണ്. പക്ഷെ പാകിസ്ഥാൻ്റെ ഇൻറ്റഗ്രേഷൻ സംഭവിച്ചത് അത്ര സ്വാഭാവികമായ ഒരു രീതിയിലല്ല. പ്രത്യേകിച്ചും ബലൂച്ച് മേഖല അന്ന് തന്നെ 1947-48 കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കാതെ മൗണ്ട് ബാറ്റൽ പ്ലാൻ അനുസരിച്ച് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ സമയത്ത് തന്നെ വലിയ തോതിലുള്ള സ്വതന്ത്ര രാജ്യം ഉണ്ടാകണം എന്ന ചിന്ത കാശ്മീരിലുണ്ടായിരുന്നു, ബലൂച്ച് മേഖലയിലുണ്ടായിരുന്നു, സിന്ധു മേഖലയിലുണ്ടായിരുന്നു. പഞ്ചാബാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ്റെ ഇതര പ്രദേശങ്ങളിൽ, അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന പഴയ പ്രൊവിൻസ്, ഇന്ന് ഇതറിയപ്പെടുന്ന ഖൈബർ പഖ്തൂൺഖ എന്ന പേരിലാണ്. ഖൈബർ പഖ്തൂൺഖ എന്ന് പറയുന്നത് പത്താൻ അല്ലെങ്കിൽ പഷ്തു ഭാഷ സംസാരിക്കുന്ന അഫ്ഗാൻ വംശജർ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. അതിലെ ഒരു വിഭാഗം പാകിസ്ഥാനിലാണ്, അതാണ് ഖൈബർ പഖ്തൂൺഖ. മറുവിഭാഗം അഫ്ഗാനിസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രബല വിഭാഗമാണ് പഷ്തൂക്കൾ. അപ്പോൾ ആ ഒരു പ്രദേശം അതിൻ്റേതായ തനത് സംസ്കാരം നിലനിർത്തി പോകുന്നു. അതുപോലെ സിന്ധ് പഞ്ചാബിൽ നിന്നും വേറിട്ട് കിടക്കുന്ന പ്രദേശമാണ്. കറാച്ചി തലസ്ഥാനമായ തെക്കൻ പ്രദേശം. അവർ കാഴ്ചയിൽ വ്യത്യസ്തരാണ്, അവർ സാംസ്കാരികമായി വ്യത്യസ്തരാണ്, അവരുപയോഗിക്കുന്ന എല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ ബലൂച്ച് എന്ന് പറയുന്നത് ഇറാനിയൻ ഒരു ടച്ചുള്ള ഇതാണ്. ബലൂചിസ്ഥാൻ്റെ അല്ലെങ്കിൽ ബലൂച്ച് വംശജരുടെ ഒരു ഭാഗം സിസ്തേൺ ബലൂചിസ്ഥാൻ എന്ന രൂപത്തിൽ ഇറാനിലുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ബലൂച്ച് വിഷയം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഈ 4 വംശീയതകൾ, 5 എണ്ണം വേണമെങ്കിൽ പറയാം. കശ്മീർ, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ. അപ്പോൾ പാകിസ്ഥാൻ എന്ന പേര് തന്നെ പി സ്റ്റാൻഡ് ഫോർ പഞ്ചാബ്, അതാണ് ആദ്യ ലെറ്റർ. എ സ്റ്റാൻഡ് ഫോർ അഫ്ഗാനിസ്ഥാൻ, അതായത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് റീജിയൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാൻ വംശജർ. കെ സ്റ്റാൻഡ്സ് ഫോർ കാശ്മീർ, എസ് സ്റ്റാൻഡ്സ് ഫോർ സിന്ധ് ആൻഡ് ISTAN സ്റ്റാൻഡ്സ് ഫോർ ബലൂചിസ്ഥാൻ. ഈ രീതിയിൽ ഒരു ചെറിയ ആലങ്കാരികമായി പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ കൃത്യമായി പറഞ്ഞാൽ 5 വ്യത്യസ്ത ജനതകൾ തന്നെയാണ്. ഇപ്പം ഇന്ത്യയിൽ ഉണ്ടായ ഒരു ഏകീകരണവും ധാരണയും രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായ ധാരണയും അതുപോലെ ഒന്നും ഉണ്ടായില്ല പാകിസ്ഥാനിൽ. അവിടെ പാർട്ടികൾ തന്നെ, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഒരു സിന്ധ് പാർട്ടിയായിട്ടാണ് പൊതുവെ, ഭുട്ടോയുടെ പാർട്ടി,
അതുപോലെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പഞ്ചാബ് പാർട്ടിയായിട്ടാണ് അറിയപ്പെട്ടത്. അപ്പം വടക്കൻ പാകിസ്ഥാനും തെക്കൻ പാകിസ്ഥാൻ്റെയും പാർട്ടികൾ വ്യത്യസ്തമാണ്. പഞ്ചാബി ഡൊമിനേഷൻ ഇൻ ദ റെസ്റ്റ് ഓഫ് പാകിസ്ഥാൻ വാസ് റിസെൻറ്റഡ് ബൈ ഓൾ ദി അതേഴ്സ്. സൈന്യത്തിലെ മുന്തിയ ഉദ്യോഗസ്ഥന്മാർ, ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ തലപ്പത്ത് നിൽക്കുന്ന ബിസിനസ് ടൈക്കൂൺസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ എല്ലാം തന്നെ പഞ്ചാബിൽ നിന്നും 5 നദികളുടെ സംഗമഭൂമിയായ പഞ്ചാബ്, അത് ഇന്ത്യയിലെ പഞ്ചാബ് അല്ല, പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്ന് വരികയാണ്. അവിടെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റി, അവിടെയാണ് സമ്പത്ത്. അവിടെയുള്ള ഏറ്റവും ഉയർന്ന ഫാമിലികളുടെ അല്ലെങ്കിൽ വരേണ്യ വിഭാഗത്തിൻ്റെ ആഗ്രഹം IIT പ്രോഡക്റ്റ് ആകുക, അതുപോലെ IIM IIT നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതുപോലെ അതുപോലല്ല. അവരുടെ എല്ലാം ആഗ്രഹം സൈന്യത്തിലൊരു കരിയർ. അപ്പോൾ അങ്ങനെ സൈന്യം ഒരു വരേണ്യ വിഭാഗത്തിൻ്റെ ഒരു പ്രിവിലേജ് ക്ലാസിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റായി വരികയാണ്. സൈന്യം സംരക്ഷിക്കുന്നപ്പോൾ ആരുടെ താല്പര്യമാണ്? പഞ്ചാബിൻ്റെ താല്പര്യമാണ്. അവിടെയാണ് മറുവിഭാഗങ്ങൾ, ഇപ്പോൾ സിന്ധിലും ബലൂചിസ്ഥാനിലും വിഘടന പ്രസ്ഥാനങ്ങൾ വരുന്നതും. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് 47% പാകിസ്ഥാൻ്റെ ഭൂമിയുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ 5% താഴെയാണ് ജനസംഖ്യ. അപ്പോൾ അത് ഒരു ദുർഘടമായ ഭൂമിയാണ്. അത് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസും വളരെ ദുർഘടമായ ഭൂമിയാണ്. ഈ മലനിരകളും പർവ്വതങ്ങളും താഴ്വരകളും ഊഷരഭൂമിയും മരുഭൂമിയും എല്ലാം ചേർന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളാണ്, ധാതുക്കളാണ്. അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് ഗോൾഡ് ഇതെല്ലാമുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇതാ നല്ല തോതിലുള്ള പെട്രോളിയം റിസർവ്സും ബലൂചിസ്ഥാനിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ബലൂചിസ്ഥാൻ ഭാവിയിൽ പാകിസ്ഥാൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ വലിയ ഒരു ഘടകമായി മാറുന്നു. അതുകൊണ്ടാണ് ഗദ്ദാർ തുറമുഖം ചൈനയുടെ സഹായത്തോടു കൂടി വികസിപ്പിച്ചെടുക്കുകയാണ്. ബലൂചിസ്ഥാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഇറാനോട് ചേർന്നൊക്കെ കിടക്കുന്ന ഭാഗമാണ്. അവിടെയാണ് ബലൂച്ചുകളുടെ പ്രധാനപ്പെട്ട തുറമുഖം സ്ഥിതി ചെയ്യുന്നത്, ഗദ്ദാർ. ഈ ഗദ്ദാർ തുറമുഖത്തിന് വേണ്ടി ചൈന വലിയ തോതിലാണ് സഹായം ചെയ്തത്. $50 ബില്യൺ സഹായമാണ്. പക്ഷേ ആ സഹായം എത്തുന്നത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ്. ചൈനയുടെ 1 ബെൽറ്റ് 1 റോഡ് ഇനിഷ്യേറ്റീവ്, പഴയ സിൽക്ക് പാത പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോകരാജ്യങ്ങളെ, അതായത് പടിഞ്ഞാറും കിഴക്കിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ പാത, ആ പാതയിലേക്ക് നരവേദികൾ പോലെ പല ഇടത്തു നിന്നായി എത്തുന്ന പാതകളിൽ സമുദ്രഭാഗത്ത് നിന്ന് പാകിസ്ഥാനിൽ നിന്നും എത്തുന്ന പാത, അത് റെയിൽ ആൻഡ് റോഡ് പാതയാണ് ഈ കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച ബലൂച്ച് തീവ്രവാദികൾ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ജാഫർ എക്സ്പ്രസ്സിന് നേരെ നടന്ന ആക്രമണം, അതായത് മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന സൂയിസൈഡ് ബ്രിഗേഡ്, അത് ഈ ഒരു സൂയിസൈഡ് ആർമിക്കൊക്കെ എതിരെ ഒരു പ്രതിരോധമൊരുക്കാൻ കഴിയില്ല. 500ഓളം പേര് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. മജീദ് ബ്രിഗേഡ് ചാടി വീഴുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ വലിയ ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. ഈ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായുള്ള റെയിൽവേ ലൈൻ കൂടിയാണത്. അപ്പോൾ ആ റെയിൽവേ ലൈൻ അങ്ങോട്ട് എത്തിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ലൈനാണ്. ക്വറ്റയിൽ നിന്നും, ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റയിൽ നിന്നും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിലെ, അതായത് ഖൈബർ പഖ്തൂൺഖയിലെ പെഷാവറിലേക്കുള്ള യാത്രാപാതയിൽ വെച്ചാണ് 18 തുരങ്കങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ശൃംഖലയാണ്. അതിൽ 8ാമത്തെ തുരങ്കത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് ട്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നതും. വളരെ ഒരു അഗ്ലി സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പോൾ ISI എവിടെ പോയിരിക്കുകയായിരുന്നു? ഇത്രയും വിഖ്യാതമായ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇത്രയും 100 കണക്കിന് ബലൂച്ച് തീവ്രവാദികൾ ട്രെയിൻ തടഞ്ഞു നിർത്തി ബോംബ് സ്ഫോടനം നടത്തി, അവരെവിടെയായിരുന്നു? അതുകൊണ്ട് സുരക്ഷ നൽകാൻ, ബലൂചിസ്ഥാന് വേണ്ട സുരക്ഷ നൽകാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. അതുമാത്രമല്ല, സംശയത്തിൻ്റെ പേരിൽ 10,000-കണക്കിന് ബലൂച്ചുകളാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയാണ്. പാകിസ്ഥാൻ സൈന്യം വന്ന് കൊണ്ടുപോവുകയാണ്. അവരെ മോചിപ്പിക്കണമെന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഡിമാൻഡ്. അപ്പോൾ ട്രെയിൻ വെറുതെ ഹൈജാക്ക് ചെയ്തതല്ല, വെറുതെ ആളുകളെ കൊന്നു തള്ളിയതല്ല. അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഒരുപാട് പേര് പാകിസ്ഥാൻ്റെ പല ഭാഗത്തേക്കായിട്ട് കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഇവർ വന്ന് കൊണ്ടുപോവുകയാണ്, എന്നിട്ട് തടവറയിൽ പാർപ്പിക്കുകയാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവും പിന്നെ പുറം ലോകം അറിയുന്നില്ല. അതുമാത്രമല്ല, ബലൂചിസ്ഥാനിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന കുറച്ച് പേരുണ്ട്, രക്ഷപ്പെട്ടു പോകുന്നവരാണ്, പല ഇൻ്റലക്ച്വൽസാണ്. അവരെ പുറകെ ചെന്ന് പെർസ്യൂ ചെയ്ത് നോർവേയിൽ വെച്ച്, ഫിൻലൻഡിൽ വെച്ച്, അതുപോലെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ച്, കാനഡയിൽ വെച്ച് വധിക്കപ്പെടുകയാണ്. അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ കരങ്ങളുണ്ട് എന്ന ഒരു ആരോപണം കൂടി ബലൂചിസ്ഥാൻ്റെ ഭാഗത്തുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ബലൂചിസ്ഥാൻ്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആയുധങ്ങൾ, ഇന്ത്യയുടെ തന്ത്രങ്ങൾ, അതുമാത്രമല്ല റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചാണ് ബലൂച്ചുകൾക്ക് ട്രെയിനിങ് ലഭിച്ചത്. ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ബാച്ച് ബലൂച്ചുകൾ
ഇന്ത്യയിലേക്ക് വരികയാണ്. അവിടെ തീവ്ര ട്രെയിനിങ് ലഭിച്ച അല്ലെങ്കിൽ സായുധ പരിശീലനം ലഭിക്കുന്ന, ആശയങ്ങൾ ലഭിക്കുന്ന ആളുകൾ തിരിച്ച് ബലൂചിസ്ഥാനിലേക്ക് ചെന്ന് ആണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ്റെ തെളിയിക്കപ്പെടാത്ത ആരോപണം.